പ്രൊഫസർ A.G. ജോർജ്, തൂക്കുക എന്ന വാക്ക് പുതിയ കാലഘട്ടത്തിൻ്റെതാണ്. താങ്കൾ ഈ ഭാഷയിലൊക്കെ കൃത്യമായി അതിൽ ഗവേഷണമൊക്കെ നടത്തുന്ന ആൾ കൂടിയാണ്, അത് അറിയാവുന്ന ആളാണ് എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ തൂക്കുക എന്ന വാക്ക് UDFൻ്റെ ഭാഗത്തേക്ക് പ്രയോഗിക്കപ്പെടണമെങ്കിൽ അതൊരു 100 സീറ്റിലേക്ക് തന്നെ പോകണം, 90 സീറ്റിലേക്ക് എങ്കിലും എത്തണം. ഈ പറയുന്ന 70, 72, 75 എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്ന തരത്തിലേക്ക് പോലും എത്തിയാൽ പോരാ. ശരി, ആയിക്കോട്ടെ. എന്നാലും തിങ്കളാഴ്ച ആര് തൂക്കും എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ കൂടിയായ താങ്കൾക്ക് എങ്ങനെ മറുപടി പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്? ഡോക്ടർ ലാലെ, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഏതാണ്ട് ഒരു പരിസമാപ്തിയിലെത്തി നിൽക്കുന്ന സമയത്താണല്ലോ നമ്മളിപ്പോൾ ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനിയും കഷ്ടിച്ച് ഒരു 36 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കേരളം അടുത്ത 5 വർഷം ആരെ ഭരിക്കും എന്ന് നിർണ്ണയിക്കാൻ. അതിനോട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള എക്സിറ്റ് പോളുകൾ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അവിതർക്കിതമായി ഏറ്റവും ഒടുവിൽ വന്ന ചാണക്യ ഒഴിച്ചുള്ള മറ്റ് ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10ഓളം ഏജൻസികൾ നടത്തിയതായിട്ടുള്ള എക്സിറ്റ് പോളുകൾ സംശയാതീതമായി ഇവിടെ UDF അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അന്തിമമായിട്ടുള്ള ഒരു നിഗമനം ആണ് എന്നൊന്നും സാമാന്യഗതിയിൽ ആർക്കും പറയാനായി സാധിക്കുകയില്ല. കാരണം ഡോക്ടർ ലാലിനും നമുക്കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എക്സിറ്റ് പോളുകൾക്കൊക്കെ ഒരു ശതമാനം കുറവ് അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അവരുടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള മാർഗങ്ങൾ, സാങ്കേതിക വിദ്യകളൊക്കെ പലർക്കും പല തരത്തിലാണ്. അതുകൊണ്ട് അവരുടെ നിഗമനങ്ങളൊക്കെ അന്തിമമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. UDF പോലും ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായി പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രതിഫലനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് UDFന് ഒരു മേൽക്കൈ ഉണ്ടാകും എന്ന നിഗമനത്തിൽ UDFലെ കക്ഷികൾ എത്തി നിൽക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ PP മുസ്തഫ പറഞ്ഞത് ഒരു ചെറിയ സംഗതി അല്പം തിരുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അത് സമ്മതിക്കുമെങ്കിൽ ഇവിടെ പിണറായി വിരുദ്ധ വികാരം എന്നൊരു വികാരം UDF ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതാണ്. കാരണം വ്യക്തിയല്ല അവിടെ പ്രധാനമായിട്ടുള്ള വിഷയം. അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. UDF ഒരു സമയത്തും പിണറായി വിരുദ്ധ വികാരം എന്ന രീതിയിലൊരു പ്രചരണം നടത്തിയിട്ടില്ല. എന്നാൽ ആവർത്തിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്, അത് ഇപ്പോഴും പറയാൻ ഒരു മടിയുമില്ല, ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു തരത്തിലുള്ള വിലയിരുത്തലോടുകൂടിയാണ് UDF കരുക്കൾ മുഴുവൻ നീക്കിയത്. അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പലവട്ടമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ ഒരു വിരുദ്ധ വികാരം ഉണ്ടായത്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? വിലക്കയറ്റമാണോ? തൊഴിലില്ലായ്മയാണോ? സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയിലുണ്ടായിരിക്കുന്ന പതനങ്ങളാണോ? അതുപോലെയുള്ള മറ്റ് പോരായ്മകളാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ നമ്മൾ പൊതുവായി കേരളത്തിൻ്റെ ഏതാണ്ട് 2.71 കോടി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ് ഏകദേശ കണക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചെയ്ത വോട്ടുകൾ യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള നിഗമനങ്ങളിലൂടെ, വിലയിരുത്തലുകളിലൂടെ, പഠനങ്ങളിലൂടെയൊക്കെ UDF എത്തി നിൽക്കുന്നത്. അതിനോട് ചേർത്ത് മാത്രം വായിച്ചാൽ മതി ഈ എക്സിറ്റ് പോളിൻ്റെ ഫലം. ഡോക്ടർ ലാല് പറഞ്ഞതുപോലെ ഈ എക്സിറ്റ് പോളിൻ്റെ ഫലത്തെ ആശ്രയിച്ച് മാത്രമുള്ള ഒരു നിഗമനത്തിലല്ല നിൽക്കുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ശരി, ഇവിടെ പൊതുവായി ഉണ്ടായിരിക്കുന്ന ജനങ്ങളുടെ ഒരു വികാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. ശരി, ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ള ബോധം വളരെ വ്യാപകമായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ കുറേ നാളുകളായി നിൽക്കുന്നുണ്ട്. ശരി, അതിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ 5 വർഷത്തെ ഭരണത്തെ വിലയിരുത്തുന്നത് പോലെയല്ല രണ്ടാമത്തെ 5 വർഷത്തെ വിലയിരുത്തുന്നത്. ഡോക്ടർ ലാലിനറിയാം ഈ കഴിഞ്ഞ